പാകിസ്ഥാനും തുർക്കിയും ഈജിപ്തും ചേർന്നൊരു മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒറ്റയടിക്കാണ്. പക്ഷെ അമേരിക്ക ഇപ്പം ഇതിൽ നിന്ന് ഊരിയെടുക്കാനൊരു ശ്രമം തീർച്ചയായിട്ടും ട്രംപിനുണ്ട്. കോടികളുടെ നഷ്ടം മാത്രമല്ല, അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല എന്നതും അവരുടെ പ്രധാനപ്പെട്ട യുദ്ധത്തിന് വേണ്ടി എന്തിനു യുദ്ധം ചെയ്തോ ആ യുദ്ധ ലക്ഷ്യങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്നു. ഇറാനെ തകർത്തത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലേ. അപ്പൊ ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ചത് പലതൊന്നും നടക്കാതായപ്പോൾ എങ്ങനെയായിരുന്നു ഇതിനകത്ത് തലകുരാൻ. അതിന്റെ തുടക്കമായിരുന്നു ഇറാന്റെ എണ്ണ. ഇറാന് ഇപ്പോൾ കപ്പലിൽ ശേഖരിച്ചതായിട്ടുള്ള എല്ലാ എണ്ണയും മറ്റു രാജ്യങ്ങൾക്ക് അത് അടുത്ത മാസം 18-ാം തീയതി വരെ മേടിക്കാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുത്തു. അതായത് ഇറാന്റെ എണ്ണ മേടിക്കുന്നതിന് പോലുള്ള തടസ്സം നീക്കി. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 5 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചത്. 48 ദിവസത്തെ വീരവാദം മുഴക്കിയ അതേ ട്രംപാണ് അതിന് പിന്നോക്കം പോകുന്നത്. ട്രംപ് നമുക്കറിയാം ഒരു വഴി കൂടെ സമാധാനത്തിന്റെ നായകനാണ്, എനിക്കാണ് സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് ഏറ്റവും അർഹൻ എന്ന് പറഞ്ഞ് ഇല്ലാത്ത ക്ലെയിമല്ല എടുക്കുന്നത്. ഇപ്പൊ തന്നെ ഇറാനുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. ഇറാനിൽ ആരുമായി ചർച്ച നടത്തിയെന്നോ എവിടെ വെച്ച് ചർച്ച നടത്തിയെന്നോ പറയാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സർക്കാരിനോ കഴിയുന്നില്ല. നമുക്കറിയാം ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു വഴി കൂടെ. അതേസമയം അമേരിക്കയുടെ ഈ ഒരു താല്പര്യത്തെ എങ്ങനെയും അവിടെ മേഖലയിൽ ബാധിച്ചതുകൊണ്ട് മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഇത് എങ്ങനെയും അവസാനിപ്പിക്കണമെന്നുണ്ട്. കാരണം സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കൻ താവളം അനുവദിച്ച കുവൈറ്റും ബഹ്റൈനും സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആ സുരക്ഷ ഇല്ലാതാക്കാനാണ് അമേരിക്കൻ താവളം കാര്യമായത്. കാരണം ഇപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യക്ക് സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞതുപോലെ ഇതൊരു വലിയ ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ്. വളരെ ഹ്രസ്വവും ദീർഘദൂരവുമായ അല്ലെങ്കിൽ വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതായ ഒരു പ്രതിസന്ധിയാണിത്. ഇതിൽ നിന്ന് പരമാവധി ലഘൂകരിക്കാൻ മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം വർത്താനം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ നടക്കുന്ന നീക്കങ്ങളിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ ചർച്ചകൾക്ക് എത്തിയേക്കാം. പാകിസ്ഥാനിൽ ഒരു ചർച്ച നടന്നേക്കാം. പാകിസ്ഥാനും തുർക്കി ഈജിപ്തും മധ്യസ്ഥരായിട്ടുള്ള ഒരു ചർച്ച. എങ്ങനെയും യുദ്ധം അവസാനിക്കാൻ ലോകം ഒട്ടാകെ കാത്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.